അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടട്ടെ എന്നുള്ളൊരു ആശയത്തോടുകൂടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൾഫിലൊക്കെ ഉള്ള വേക്കൻസീസ് നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എവിടെയാണ് പോയി പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. ഇതെല്ലാം കൂടി പഠിക്കാനായിട്ടാണ് ഈ പോളിടെക്നിക്കിൽ, കളമശ്ശേരി പോളിടെക്നിക്കിൽ വീക്കെൻഡ് കോഴ്സസ് ആയിട്ട് 71 വയസ്സുള്ള അമ്മൂമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മയ്ക്ക് 71 വയസ്സായി. എന്തൊക്കെ ലൈസൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്? 4 വീലർ, 2 വീലർ, 3 വീലർ, ഹെവി, ബസ്, ലോറി, ട്രെയിലർ, ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, റോഡ്. റൊമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ നമ്മുടെ എപ്പിസോഡിൽ കൂടുതലായിട്ട് കാറുകളും ബൈക്കുകളും ബസ്സുകളും ഒക്കെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. നമ്മുടെ ഇൻ്റർവ്യൂവിൽ കാണിച്ച പോലെ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്, റിവ്യൂ എന്ന് പറയുന്നില്ല, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു ഫോർക്ക് ലിഫ്റ്റ് മെഷീനാണ്. കാരണം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളൊക്കെ ഫോർക്ക് ലിഫ്റ്റിംഗ് അതുപോലെ തന്നെ ക്രെയിൻ ഓപ്പറേഷനൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ A to Z എന്ന് പറയുന്ന ഹെവി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അരവിന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അതുമാത്രമല്ല ഈ സ്ഥാപനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഒരു സ്ഥാപനമാണ് അരവിന്ദിൻ്റെ A to Z എന്ന് പറയുന്നത്. അരവിന്ദ് എന്ന് പറഞ്ഞ അരവിന്ദിൻ്റെ ഫാമിലി ബിസിനസ്സാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏറെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് മണിയമ്മ. ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ ആൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തിനാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു പ്രായത്തിലും ആക്റ്റീവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. 70 വയസ്സോളം ആയി അല്ലേ? 71 വയസ്സായി. അപ്പോൾ നമുക്ക് 71 വയസ്സായി. എന്തൊക്കെ ലൈസൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്? 4 വീലർ, 2 വീലർ, 3 വീലർ, ഹെവി, ബസ്, ലോറി, ട്രെയിലർ, ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, റോഡ് റോളർ, ട്രാക്ടർ, കേട്ടല്ലോ. ഇത്ര സംഭവങ്ങളേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് ലൈസൻസേ ഉള്ളൂ. വിരലിലൊന്നും നോക്കി എണ്ണയെ തീരത്തില്ല. അപ്പം ഈ ഫോർക്ക് ലിഫ്റ്റും ക്രെയിനും അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള 71 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്മൂമ്മയാണ് മണിയമ്മ എന്ന് പറയുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മ അതുപോലെ തന്നെ അപ്പൂമ്മ നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയൊരു സ്ഥാപനമാണ് അല്ലേ? ഏകദേശം എത്ര വർഷത്തോളമായി? 45 വർഷത്തോളമായി. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഇപ്പം നിലവിൽ എന്തൊക്കെ കോഴ്സസ് ആയിരിക്കും നമ്മളിവിടെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ എല്ലാം ഈ എക്യുപ്മെൻസിൻ്റെ എല്ലാം ലൈസൻസ് എടുത്ത് കൊടുക്കും. AMBI എന്ന് പറഞ്ഞ പുതിയ കോഴ്സുകളുണ്ട്, BSS എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അങ്ങനെ ആ എല്ലാ കോഴ്സുകളും പിള്ളേർക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടട്ടെ എന്നുള്ളൊരു ആശയത്തോടുകൂടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൾഫിലൊക്കെ ഉള്ള വേക്കൻസീസ് നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എവിടെയാണ് പോയി പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. ഇതെല്ലാം കൂടി പഠിക്കാനായിട്ടാണ് ഈ AMBI കോഴ്സ്. AMBI എന്ന് പറയുന്ന കോഴ്സ്. അത് എത്ര നാളത്തെ കോഴ്സാണ്? അത് 1 വർഷത്തെ കോഴ്സ്. നമ്മൾ ഈ ഗ്രൗണ്ടിൽ കാണുന്ന പലവിധ വാഹനങ്ങളുണ്ട്. അതായത് ഈ ബാക്കിൽ കിടക്കുന്ന ക്രെയിൻസ് ഉണ്ട്, അതുപോലെ പിന്നെ JCB ഉണ്ട് അല്ലേ? ചെറിയ JCB, വലിയ JCB ഒക്കെ ഉണ്ട്, ഹിറ്റാച്ചി മെഷീൻസ് ഉണ്ട്. അതെ, അങ്ങനെ പലവിധ ഹെവി എക്യുപ്മെന്റ് സംവിധാനങ്ങളും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു 1 ഇയർ കോഴ്സ് പഠിച്ചാൽ നമുക്ക് ഈ എല്ലാ സംവിധാനവും പഠിക്കാം. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൾഫിലൊക്കെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരുപാട് വേക്കൻസീസ് വരും. നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജീവിതത്തിലേക്ക് ഒരു തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കും, നല്ലൊരു ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ഈ സംവിധാനങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഫോർക്ക് ലിഫ്റ്റിൻ്റെ മെഷീൻ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എന്നെ പഠിപ്പിക്കുന്ന അമ്മൂമ്മയാണ്. വേറൊരു കാര്യമുണ്ട്, അമ്മൂമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 71ാമത്തെ വയസ്സിൽ ഇപ്പോഴും ഏത് പോളിടെക്നിക്? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. എവിടെ പഠിക്കുന്നത്? കളമശ്ശേരി പോളിടെക്നിക്കിൽ വീക്കെൻഡ് കോഴ്സസ് ആയിട്ട് 71 വയസ്സുള്ള അമ്മൂമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ +2 കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ കിട്ടി എവിടെയെങ്കിലും പോയാമെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ ഉദാർത്ഥമായിട്ടൊരു മാതൃകയാക്കേണ്ട ഒരു അമ്മൂമ്മയാണ് 71ാമത്തെ വയസ്സിൽ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഈ ഹെവി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഹെവി ഈ ഒരു മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കേസിൽ പൊതുവെ ആണുങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുവരാറുള്ളൂ അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ മെഷീൻസ് ആണുങ്ങൾക്ക് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതെ അതെ, അതിനൊക്കെ ഉള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. അമ്മൂമ്മ ഓടിക്കാത്ത വണ്ടികളില്ല ഈ ഭൂമുഖത്തുനിന്ന് വേണേൽ പറയാം. ഇതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളും ഇപ്പോൾ ഒരുപാട് കമ്പനികളിലും സ്ത്രീകളെ ട്രെയിനിങ്ങിന് അയക്കുന്നുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്പനികൾ. ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ ഓടിക്കാൻ പറ്റിയ സ്ത്രീകളുണ്ടെങ്കിൽ തരുമെന്ന് ചോദിച്ചോണ്ടല്ലേ?
കാരണം ഇപ്പം പല അത്ര ഇറങ്ങിയിട്ടില്ല. അതെ അതെ, പല കമ്പനികളും എനിക്ക് തോന്നുന്നത് ടാറ്റ പോലുള്ള കമ്പനികളിലൊക്കെ ഒരുപാട് സ്ത്രീകളെ ഇപ്പം അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഹെവി എക്യുപ്മെൻറ്റ്സ് ഒക്കെ സ്ത്രീകൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഗൾഫിൽ ഇങ്ങനത്തെ ജോലികൾ തപ്പി പോകുന്നവർക്ക് ഈ കോഴ്സ് ഇവിടെ വന്ന് പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചാനലുകൾ നോർത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള പല ചാനലുകളിലും ഫീച്ചർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഈ ഒരു 71 വയസ്സിൽ ഇത്ര ചെറുകുറക്കോടെ നമ്മൾ എന്ത് കാര്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇന്ന് അമ്മൂമ്മയാണ് എന്നെ ഫോർക്ക് ലിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ലൈറ്റായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അല്ലേ. നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. ശരി. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് മെഷീൻ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അമ്മൂമ്മയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു അനുഗ്രഹം വാങ്ങിക്കുകയാണ് അമ്മൂമ്മയെ. അപ്പോൾ നമ്മൾ ഒരു വിദ്യ പഠിക്കുമ്പോൾ, കാരണം നമ്മൾ ഒത്തിരി വാഹനങ്ങളുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് അമ്മൂമ്മ പോലുള്ള ഒരാൾ കുറച്ചൊരു വിദ്യ പറഞ്ഞു തരുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, പക്ഷേ എൻ്റെ പ്രത്യേക നിർബന്ധമായിരുന്നു അമ്മൂമ്മയെ കൊണ്ട് ഇത് പറയിപ്പിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെഷീനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഫോർക്ക് ലിഫ്റ്റ് മെഷീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ല. ആക്ച്വലി ഇത് ശരിക്കും എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വെയർ ഹൗസിലൊക്കെയാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും കൊണ്ടുവന്ന് കൊടുക്കാനും അതിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നിങ്ങൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വലിയ ബോക്സസ് ഒക്കെ വരുമ്പോൾ അത് പൊക്കിയെടുക്കാനും ചില തടിപ്പെട്ടികളൊക്കെ നമുക്ക് അറിയേണ്ടി വരും അല്ലേ. ഈ ഫോർക്ക് ലിഫ്റ്റ് മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ പാക്കിങ്സ് ഉണ്ട്. അതായത് ഇങ്ങനെ ഫോർക്ക്, അതെ. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് എന്നുള്ള പേര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫോർക്ക് പോലെ ഒരു സംവിധാനമുണ്ട് അല്ലേ. നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഫോർക്ക്. നമ്മൾ പ്ലേറ്റിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫോർക്ക് പോലെ പല്ല് പോലെ ഇരിക്കുന്ന രണ്ട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പെട്ടി അടിയിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതിനെ പൊക്കിയെടുത്തുകൊണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒരു മെഷീനാണ് ഈ പറയുന്നത്. ഇത് ഗോദ്രേജിൻ്റെ മെഷീനാണ് അല്ലേ. ഹൈഡ്രോളിക് ആയിട്ട് വരുന്ന ഗോദ്രേജിൻ്റെ മെഷീനാണ്. അപ്പം ഇതിന് എത്ര ടണ്ണ് വരെ പൊക്കാനായിട്ട് പറ്റും? ഒരു 3-3.5 ടൺ വരെ പൊക്കാനുള്ള ശേഷിയുണ്ട്. ഓക്കെ, 3.5 ടണ്ണ് പൊക്കാൻ ശേഷിയുള്ള ഗോദ്രേജിൻ്റെ ഒരു ഫോർക്ക് ലിഫ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ വേറൊരു വാഹനത്തിനുള്ള പോലെ ഒരുപാട് ഓപ്പറേഷൻസ് ഇല്ലേ? അല്ല, അങ്ങനെ ഇല്ല അല്ലേ. ഇല്ല, അതായത് മറ്റേതുപോലെ 4ഉം 5 സ്പീഡ് ഗിയറോ അങ്ങനെയുള്ള ഒത്തിരി സംവിധാനമല്ല. ഗിയർ ഉണ്ട്, പക്ഷെ അത് ജസ്റ്റ് ഒന്ന് രണ്ട് മോഡുകൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് വാഹനം നമ്മൾ ഓണാക്കി ഫ്രണ്ടിലോട്ട് ചലിപ്പിക്കാൻ ഒരു ഗിയർ അല്ലെ, റിവേഴ്സ് ചലിപ്പിക്കാൻ ഒരു ഗിയർ. അതെ അതെ. പിന്നെ കൂടുതൽ ഭാരം ഉണ്ടെങ്കിൽ കുറച്ച് ലോഡ് എഞ്ചിൻ വലിക്കാൻ വേണ്ടിയുള്ള ഒരു ലോഡ് ഗിയർ ഉണ്ട്. അതെ, ഓക്കെ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഈ ഫോർക്കിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. ടിൽറ്റും ടെലസ്കോപ്പിക്കാണ്. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർക്ക് ഇതിനാകപ്പാടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടും ഒരു മൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഈ വെയിറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ പൊക്കാനും ഒരു താക്കാൻ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇതൊന്ന് ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇങ്ങനെ കുത്താനും അത് കഴിഞ്ഞ് ഇങ്ങനെ പൊക്കാനുമുള്ള ഒരു സംവിധാനങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും. അതെ, ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ കാറ്റ് ഉള്ള ടയർ അല്ലല്ലേ, കാറ്റുള്ള ടയറല്ല. ഓക്കെ, അല്ലാതെ ഹാർഡർ ആയിട്ടുള്ള റബ്ബറാണ് വരുന്നത് അല്ലേ. ഒരു എഞ്ചിനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വരും. ബാക്കിലേക്ക് വരുവാണെങ്കിൽ അതിനെ കൗണ്ടർ വെയിറ്റ് എന്നാണ് പറയുന്നത്. കൗണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലൊരു 3 ടണ്ണ് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് വാഹനം ഫ്രണ്ടിൽ മുന്നു കുത്തി മറിയാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഇരുമ്പ് അല്ലെങ്കിൽ അതിനകത്ത് കുറേ വെയിറ്റ് വെച്ചിട്ടാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തൊരു ബാറ്ററി സംവിധാനങ്ങളൊക്കെ കാണാനുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ്. കാരണം ജസ്റ്റ് ഒരുപാട് നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു മെഷീനാണ്. നമുക്ക് നേരെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വാതിലൊന്നും അടയ്ക്കേണ്ട അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. ഉപയോഗിക്കുന്നത് അതെ, ഉള്ളിലാണ്. നമ്മൾ കെട്ടിടങ്ങളുടെ ഉള്ളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ മഴയോ വെയിലൊന്നും അടിക്കുന്നുള്ള വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിലേക്ക് ഞാനൊന്ന് കയറുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫോർക്ക് ലിഫ്റ്റ് മെഷീനിലേക്ക് കയറുവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വാഹനത്തിലേക്ക് കയറുമ്പോൾ കുറച്ച് സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ നമ്മൾ ധരിക്കണം. കാരണം വെച്ചാൽ എവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈഡിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇത് ധരിക്കണം അല്ലേ. അതുപോലെ നമ്മൾ ജാക്കറ്റ്സ് ഉപയോഗിക്കണം. അപ്പോൾ അതൊക്കെ തന്നാണ് ഇവിടെ കയറ്റിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഹൈഡ്രോളിക്കലി അസിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ക്ലോസർ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഗിയർ സിസ്റ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ന്യൂട്രൽ റിവേഴ്സ് അങ്ങനെ ഒരു FNR എന്ന് പറഞ്ഞൊരു ഗിയർ സിസ്റ്റമാണ്. കാരണം നമുക്ക് വണ്ടി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു കാര്യമുണ്ട്, ഇതിന് ക്ലച്ച് ഇല്ല വണ്ടിക്ക്, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിന്. അപ്പോൾ നമ്മൾ വാഹനം ഓൺ ചെയ്യാനായിട്ടുള്ള കീ ഫോബും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇഗ്നിഷൻ സ്വിച്ച് വരുന്നത് ഈ ഒരു വശത്താണ് ഇഗ്നിഷൻ സ്വിച്ച് വരുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ മീറ്ററും സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ വോൾട്ടേജ് അതുപോലെ ഫ്യൂവൽ, വണ്ടിയുടെ ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും അതിനകത്ത് മെയിനായിട്ട് വരുന്നത് അല്ലേ. ഇത്തരം കാര്യങ്ങളല്ല ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇത് വളരെ ഹൈ സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമല്ല, 2 സ്പീഡേ ഉള്ളൂ.
2 സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൻജിൻ കുറച്ചും കൂടെ ടോർക്കി ആയിട്ട് ഓടിക്കണമെങ്കിൽ ലോ ടോർക്കിലും ഹൈ എൻഡ് ടോർക്കിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന 2 ഗിയറുകളാണ് ഈ ഒരു സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ജീപ്പിനകത്തൊക്കെ കാണുന്ന പോലെ ഈ കുട്ടി ലിവർ എന്നൊക്കെ പറയുന്നതുള്ളൊരു ചെറിയൊരു സംവിധാനം പോലെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഗിയറിൻ്റെ റേഷ്യോ മാറും ആ സമയത്ത്. അപ്പോൾ ഈ രണ്ട് ഗിയറുകളുണ്ട്. ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് സംവിധാനമാണ്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹീറ്ററാണ് അല്ലേ. നമ്മളൊരു താക്കോൽ ഇവിടെ തിരിച്ചതിന് ശേഷം ഇത് പ്രസ് ചെയ്താൽ മാത്രമേ വണ്ടി ഓൺ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിയറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വാഹനത്തിൻ്റെ പർപ്പസ് ഈ ഗിയറിലാണ് ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഈ ഒരു ഫോർക്ക് നമ്മളൊരു വെയിറ്റ് ലോഡ് ചെയ്തിട്ട് അതിനെ പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ടിൽറ്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഇതിൻ്റെ പല്ല് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അതിനെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയാണ്. കാരണം ലോഡ് ഇങ്ങനെ കുത്തിയെടുത്ത് പൊക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഹോൺ ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഹൈഡ്രോളിക്സ് വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഇതിനകത്ത് മൊത്തം നമ്മൾ നോക്കി കഴിഞ്ഞാൽ പമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക RPM വണ്ടി കറങ്ങുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 റേഷ്യോയിലായിരിക്കും വണ്ടി കറങ്ങുന്ന ഒരു വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ പവർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു RPM വാഹനം പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അമ്മ ഞാൻ ഈ വാഹനം ഒന്ന് ഓണാക്കുവാണേ. ഓക്കെ, ഇഗ്നീഷൻ നമ്മൾ ഓണാക്കുക. ആദ്യം ബ്രേക്ക് ചവിട്ടിയിട്ട് തന്നെ അല്ലേ സാറിന്? ഓക്കെ, നമ്മൾ ഇഗ്നീഷൻ ഓണാക്കി. ഇനി നമ്മളിവിടെ ആ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. ഇപ്പോൾ സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. കേട്ടോ, വണ്ടി നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മാറണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫോർവേഡ് ഇട്ട് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതുക്കെ മുമ്പോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനിയിപ്പോൾ റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് കൊണ്ടുവന്ന് താഴോട്ട് കൊണ്ടുവരിക. അതിനുശേഷം കേട്ടോ വണ്ടി കേട്ടോ ബാക്കിലേക്ക് വരുന്നതുണ്ടോ. ഓക്കെ, അപ്പം ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഈ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ RPM കൂടുതലായിട്ട് കുറച്ചുകൂടെ പവർ കൂടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഇത് കണ്ടോ, ഇതുണ്ട്. ഞാനിത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗിയറിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കാല് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് ഇത് കയറി വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടിൽറ്റാണ്. ടിൽറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ. വണ്ടി ഓഫ് ആക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻസ് പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച് അമ്മൂമ്മ. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ്, അതേപോലെ തന്നെ വലിയ നമ്മുടെ JCBകളും മിനി JCBകളും, അതുപോലെ ഇവിടെ കുറേ എക്യുപ്മെൻറ്റ്സ് ഇവിടെ കിടപ്പുണ്ട്. വലിയ ക്രെയിൻസ്, തടിയൊക്കെ പിടിക്കുന്ന അല്ല വലിയ വെയിറ്റ് പൊക്കുന്ന ക്രെയിൻസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തൊഴിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ A to Z വന്നാൽ മതി. നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. അരവിന്ദിൻ്റെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. വിളിച്ചിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കാണുമെന്ന് പറഞ്ഞാൽ മതി. അവർ വേണ്ടുന്ന പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടൊരു ഫാമിലിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. പിന്നെ നമ്മുടെ അമ്മൂമ്മയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു നന്ദി പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും ധാരാളം പഠിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് കേരളത്തിലുടനീളം കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് എവിടെയൊക്കെ ഉണ്ട് അമ്മൂമ്മ? ആലപ്പുഴ, ചേർത്തല, വൈക്കം, വെള്ളൂര്, എറണാകുളം മൊത്തം ഉണ്ട്. കൊച്ചിയിലൊക്കെ ഉണ്ടല്ലേ. അപ്പം ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്രാഞ്ചസ് വരട്ടെ. എല്ലാവരും കൊച്ചിയിലേക്കാണ് ഇപ്പോൾ പഠിക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ഇത് വേറെ എവിടെ ഇല്ല. സ്ഥലം വേണമല്ലോ. അതെ ഓക്കെ ഉണ്ട്. അതുപോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ടവറിൻ്റെ ക്രെയിൻ നമ്മൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ ടവർ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പം ഇത്രയും ഹെവി എക്യുപ്മെൻറ്റ്സ് പഠിപ്പിക്കാൻ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. എറണാകുളം സിറ്റിയുടെ നടുക്കായിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ട്രാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടം പോലെ പ്രാക്ടിക്കൽസും അതുപോലെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഒക്കെ A to Z തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും
എല്ലാവരുടെയും പ്രാർത്ഥന അമ്മൂമ്മയുടെ പേരിലും വേണം. ദീർഘായുസ്സും ആരോഗ്യം ദൈവം തരട്ടെ. ഒരുപാട് ഇതുപോലെ ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡിലും വരട്ടെ. അതൊക്കെ നമുക്ക് ഏറെ സന്തോഷം. പിന്നെ ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. കുറേ എക്യുപ്മെൻറ്റ്സ് എനിക്ക് ഇനിയും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് എഴുതാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോം മൈ ഷോ.